ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഹിറ്റായിക്കോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തമിഴ് ഗാനമാണ്. ഏതാണ്? മുത്തുമഴ. അപ്പം അത് കേൾക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ യൂട്യൂബ് തുറന്നാൽ അപ്പം ഈ പാട്ട് ഓടി വരും. അപ്പോൾ A.R. റഹ്മാൻ സാറാണ് ഇത് സംഗീതം കൊടുത്തിട്ടുള്ളത്. ഇത് ചിന്മയി പാടിയ വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിൻ്റെ റിയൽ സോങ് പാടിയിട്ടുള്ളത് ദിയാണ്. അപ്പോൾ ചിന്മയി പാടിയിട്ടുള്ള വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയത് ആ ഒരു വേർഷനാണ്. അപ്പം അതുകൊണ്ട് അത് നമുക്ക് പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ ഇതിന് മുഴുവൻ ഭാഗങ്ങളും പഠിക്കണമെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പം ഇത് ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുഴുവനായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഭാഗവും കൂടെ ഇടാം, നിങ്ങൾ പറഞ്ഞാൽ മതി വേണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് പകുതി ഭാഗം മാത്രം പഠിക്കാം, എന്നിട്ട് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇത് പാടിയിടുന്നുണ്ട് റീൽസായിട്ട്. അപ്പം നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. എന്നാണ് ഫസ്റ്റ് വരി വരുന്നത്. എങ്ങനെയാണ് പാടുന്നത് നോക്കിയേ. ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് സെൻറ്റൻസ്, അതായത് മുത്തുമഴ, അത് അവിടെ എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു നോട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ്? കൊട്ടിത്തീരാതോ കൊട്ടിത്തീരാതോ തീരാതോ. ഓക്കെ, അവിടെ ആ ഒരു സംഗതി കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും അതൊന്ന് പിടിച്ചെടുക്കണം. അവിടെ കൊട്ടിത്തീരാതോ തീരാതോ. ഓക്കെ, ക്ലിയർ ആയോ? നോക്കൂ. അവിടെ ഒരു കുഞ്ഞ് സംഗതി കൊടുത്തിട്ടുണ്ട്. മുല്ലൈ മുല്ലൈ എന്നാണ്, ചെറിയൊരു നോട്ടാണ് കേട്ടോ. അവിടെ ആ ആ ഈ സംഭവം. മുല്ലയിരവുകൾ മുല്ലയിരവുകൾ പത്തിയറിയാതോ പത്തിയറിയാതോ. ഓക്കെ, മുല്ലയിരവുകൾ പത്തിയറിയാതോ. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ വരുന്നത് ജാനുദം മാരുദം ദം എന്നാണ്. ജാനു ജാനുദം ജാനുദം മാരുദം മാരു ജാനുദം മാരുദം ദം എന്നാണ്. ജാനുദം മാരുദം ദം. ഓക്കെ, இந்த உந்தன் கையில் இந்த உந்தன் கையில் എന്നാണ്. இந்த உந்தன் கையில் സ്വർഗം സ്വർഗം എന്നാണ്. இந்த உந்தன் கையில் സ്വർഗം. ഓക്കെ, അവിടെ ആ സ്വർഗം എന്ന് പറയുന്നിടത്ത് ഒരു സംഗതി ഉണ്ട്, സ്വർഗം. പിന്നെ തമിഴാണ് ലാംഗ്വേജ്. അപ്പം നമ്മളെ മലയാളത്തിൻ്റെ ചെറിയൊരു ചായ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. സ്വർഗം ആ ഈ സംഗതിയും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, ജാനുദം മാരുദം ദം இந்த உந்தன் கையில் സ്വർഗം സ്വർഗം ആ ആ ആ. ഓക്കെ, ആ സംഗതിയാണേ. ശരി, അടുത്തത് നോക്കിയേ. പൊല്ലായിരവോ പൊല്ലായിരവോ എന്നാണ് കേട്ടോ. പൊല്ലായിരവോ സൊല്ലാമൽ സൊല്ലാമൽ ഉറവോ ഉറവോ ഓ. അവിടെയും ആ സംഗതി ശ്രദ്ധിച്ച് പാടണേ. പൊല്ലായിരവോ അവിടെയും കണ്ടു കേട്ടോ, ചെറിയൊരു നോട്ടുണ്ട്. സൊല്ലാമൽ ഉറവോ ഉറവോ അവിടെ. ഓക്കെ, ഇനി അടുത്ത വരെ. പിന്നെ അവിടെ കോറസ് വരുന്നുണ്ട്, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് പാടണം കേട്ടോ. പക്ഷേ നമ്മൾ കവർ പാടുമ്പോൾ ആ ഒരു വിഷയമില്ല, നമുക്ക് കോറസ് ഇല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ പാടുന്നത്. അപ്പോൾ നമ്മൾ റീലൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കരോക്കെ വെച്ച് പാടുമ്പോൾ അവിടെ കോറസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിച്ച് തന്നെ പാടണം കേട്ടോ. ഇനി അടുത്തത് ഇല്ല ഒരുവനെ ഇല്ല ഇല്ല
നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഇല്ല ഇല്ല ഒരുവനേ ഒരുവനേ വനേ, അവിടെയൊക്കെ ചെറിയ ചെറിയ നോട്ടുകളുണ്ട്, ശ്രദ്ധിച്ച് പാടണം. ഇല്ല ഇല്ല ഒരുവനേ വേണ്ടിയെങ്കും വേണ്ടിയെങ്കും ഉസരോ ഉസരോ എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഉസരോ അവിടെ ജസ്റ്റ് പൊക്കിയിട്ടാണ് ഉസരോ കണ്ണാള വരുന്നത്. ഓക്കെ, പിന്നെ പാടുന്നത് കണ്ണാള കണ്ണാള ലാ, അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. കണ്ണാള കണ്ണാള എന്നാണ്. ഓക്കെ, അടുത്ത വരി എന്നാള, അതാണ് എന്നാള അത് വരണം. ഓക്കെ, എന്നാള പിന്നാള പിന്നാള പിന്നെ പിന്നാള, അങ്ങനെയാണ്. അങ്ങനെ 3 സംഗതികൾ അവിടെ വരുന്നുണ്ട്. അതായത് കണ്ണാള ഓക്കെ. രണ്ടാമത്തത് വരുന്നത് എന്നാള, അത് മുകളിലേക്ക് നോട്ട് പോകുന്നുണ്ട്. എന്നാള പിന്നാള ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇന്നും വരുമെന്തൻ കഥയെ എന്തൻ കഥ, ഇന്നും വരുമെന്തൻ കഥയെ എന്തൻ കഥ, ഇന്നും വരുമെന്തൻ കഥയെ ഈ സംഭവം കൊണ്ടുവരണം. അത് ആ പാട്ടിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. ഇന്നും വരുമെന്തൻ കഥയെ എന്തൻ കഥ, ഇന്നും വരുമെന്തൻ കഥയെ എന്തൻ കഥ അത് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നൊരു ശബ്ദമാണ്. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശബ്ദമായിട്ട് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് പാടണം. കേട്ടല്ലോ. ഇന്നും വരുമെന്തൻ കഥയെ ഇന്നും വരുമെന്തൻ കഥയെ എന്തൻ കഥ, ഇന്നും വരുമെന്തൻ കഥയെ എന്തൻ കഥ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോറസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വരികൾ പാടും കേട്ടോ. കാലേ കനവിനിൽ കാതൽ കൊണ്ടേൻ, കാലേ കാലേ എന്നെടുക്കണം. കാലേ കനവിനിൽ കാലേ കനവിനിൽ കാലേ കനവിനിൽ കാതൽ കൊണ്ടേൻ കാതൽ കൊണ്ടേൻ കാനേ കനവിനിൽ കാതൽ കൊണ്ടേൻ. കുറച്ച് ഒതുക്കി പാടണം കേട്ടോ, അത് തുറന്ന് പാടരുത്. ഓക്കെ, കാനേ കനവിനിൽ കാതൽ കൊണ്ടേൻ കുറച്ച് ഒതുക്കി പാടണം കേട്ടോ. അത് കാനേ കനവിനിൽ കാതൽ കൊണ്ടേൻ കാതൽ കൊണ്ടേൻ എന്നാണ്. കാനേ കനവിനിൽ കാനേ കനവിനിൽ കാതൽ കൊണ്ടേൻ എന്നാണ്. കൺവീഴി അടുത്ത വരി. അതുപോലെ ലാസ്റ്റ് എൻഡിങ് വരുമ്പോൾ കൺവീഴി തേനവൻ കാണവില്ലേ, ഈ സംഭവമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടെ മൈന്യൂട്ടാണ്, നന്നായി ശ്രദ്ധിച്ചേട്ടാ നമുക്ക് മനസ്സിലാവും. അതാണ് ആ പാട്ട് അത്രയും ഭംഗിയായിട്ട് വന്നത് ചിന്മയി പാടിയ സമയത്ത്. ഓക്കെ, പിന്നെ അതിൻ്റെ കോറസിൽ അത് വരുന്നുണ്ട്. കൺവീഴി തേനവൻ കാണവില്ലേ, കൺവീഴി തേനവൻ കാണവില്ലേ. അവിടെ സംഗതി ഇല്ല, അവിടെ പ്ലെയിൻ ആയിട്ട് പാടി പോവാണ്. നമ്മൾ സിംഗിളായിട്ട് പാടുമ്പോഴാണ് അവിടെ സംഗതി വരുന്നത് കേട്ടോ. കൺവീഴി തേനവൻ എന്ന് വരുന്നത്. കോറസ് പാടുമ്പോൾ ആ സംഗതി ഇല്ല.
പിന്നെ അതിൻ്റെ ബാക്കി പാടുമ്പോൾ ആ എന്നെടുക്കുന്നുണ്ട്. ആ എന്നോട് ഉന്നെ ആ എന്നോട് ഉന്നെ ഒன்றாகும் വരെ എന്നാണ്. എന്നോട് ഉന്നെ ഒன்றாகும் വരെ എന്നോട് ഉന്നെ ஒன்றாகும் வரை ஒன்றாகும் வரை என்ன செய்தும் வழி തീരവില്ലേ എന്നാണ്. അവിടെയും സംഗതി ഉണ്ട്. അതായത് എന്നോട് ഉന്നെ ഒன்றாகும் വരെ എന്ന ചെയ്തും വഴി തീരവില്ലേ എന്നാണ്. അപ്പോൾ അത്രയും പാടുമ്പോൾ ആ ലാസ്റ്റിൽ വരുമ്പോൾ തീരവില്ലേ ആ ഒരു സംഗതി അവിടെ കൊടുക്കുന്നുണ്ട്. എന്നോട് ഉന്നെ എന്നാണ്. ഒன்றாகும் വരെ ഓക്കെ. എന്ന ചെയ്തും വഴി. അപ്പൊ ആ വരികൾ മാത്രമായിട്ടൊന്ന് പാടി നോക്കാം നമുക്ക്. എന്നോട് ഉന്നെ ஒன்றாகும் വരെ എന്ന ചെയ്തും വഴി തീരവില്ലേ എന്നാണ്. ഓക്കെ. കണ്ണാന കണ്ണേ എൻ കണ്ണാള, കോറസ് ആണ് ഇത് പാടുന്നത് കേട്ടോ. കണ്ണാന കണ്ണേ എൻ കണ്ണാള എൻ ഉന്മാന കാതലെ കണ്ടായ. ഓക്കെ. പിന്നെ വരുന്നത് കരുമൈ കൊണ്ട കണ്ണോക്കി. ഓക്കെ. കരു നടക്കുന്നുണ്ട്. കരുമൈ കൊണ്ട കണ്ണോക്കി പൊയ് സൊല്ലി നിൻറായ. ക്ലിയർ ആയോ? കരുമൈ കൊണ്ട കൈ നോക്കി പൊയ് സൊല്ലി നിൻറായ പോതും എന്നാണ്. കരുമൈ കൊണ്ട കൈ നോക്കി പൊയ് സൊല്ലി നിൻറായ പോതും എന എന്നാണ്. போதும் என சென்றாயா சென்றாயா கருமை கொண்ட கண்ணோக்கி பொய் சொல்லி நின்றாயா போதும் என சென்றாயா. അടുത്ത വരി വരുന്നത് കുറച്ച് ടോപ്പിലേക്ക് കയറും. മെയിൽ വോയിസ് ആണ്. അത് മെയിൽ വോയിസ് ആണ് പാടുന്നത്. ഓക്കെ. കാതൽ വന്നാലും പോനാലും പെണ്ണെന്ന സേവായോ. ഓക്കെ. കാതൽ വന്നാലും പോനാലും പെണ്ണെന്ന സേവായോ മുത്തുമഴ എന്ന, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞുതരാം. മുത്തുമഴ എന്ന എൻഡിങ് വരുമ്പോൾ മുല്ലയിരവുകൾ പത്തിയേറിയാതോ, അങ്ങനെ ഒരു സംഭവം അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പാടിയത് പ്ലെയിൻ ആയിരുന്നു. മുല്ലയിരവുകൾ പത്തിയേറിയാതോ എന്നായിരുന്നു നമ്മൾ ആദ്യം പാടിയത്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ വ്യത്യാസം വരുന്നത് പത്തിയേറിയാതോ, മുല്ലയിരവുകൾ പത്തിയേറിയാതോ, അതാണ് വ്യത്യാസം. ആ പത്തിയേറിയാതോ എന്നുള്ളത് കുറച്ചൊന്ന് ഹസ്കി ആയിട്ട് പാടാൻ വേണം കേട്ടോ. മുല്ലയിരവുകൾ പത്തിയേറിയാതോ അങ്ങനെ എടുക്കണം. ഓക്കെ. അടുത്ത വരി നോക്കൂ. ജാനുദം മാരുദം ദം, അത് നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെ. അടുത്ത വരിയിലാണ് വ്യത്യാസം വരുന്നത്. ഇന്ത ഉന്തൻ കയ്യിൽ സ്വർഗം എന്നാണ്. ഇന്ത ഉന്തൻ കയ്യിൽ സ്വർഗം. അടുത്ത വരി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ റീൽ ചെയ്തോളൂ കേട്ടോ. കവർ ചെയ്യാം, റീൽസ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം ഇത്രയും വരെ പഠിച്ചാൽ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറന്നു പോകരുതേ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.